ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ്സിൻ്റെ EVS എക്സാമിൻ്റെ ഇന്ന് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സ് ഡിസ്കഷനുമാണ്. നിങ്ങൾക്കെല്ലാവർക്കും എക്സാം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണേ. ഇവിടെ നിങ്ങൾക്ക് 5 ആക്ടിവിറ്റീസ് ആണുള്ളത്. അതിൽ എല്ലാത്തിനും നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതുണ്ട്. 1ാമത്തെ ആക്ടിവിറ്റിയും 5ാമത്തെ ആക്ടിവിറ്റിയിലും A ക്വസ്റ്റ്യനും B ക്വസ്റ്റ്യനും ഉണ്ട് പാർട്ടായിട്ട്. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് മാത്രം നിങ്ങൾക്ക് ആൻസർ ചെയ്താൽ മതിയായിരുന്നു. സോ ഇവിടെ നമുക്ക് ആക്ടിവിറ്റി 1 A ക്വസ്റ്റ്യൻ നോക്കാം. 1ാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദി ആർട്ട് ഫോംസ് ഗിവൺ ഇൻ ദി പിക്ചർ. ഈ പിക്ചറിൽ നിങ്ങൾക്ക് 3 ആർട്ടുകൾ തന്നിട്ടുണ്ട്. 3 കലകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് എഴുതാനാണ്. ഒന്ന് ഇവിടെ തന്നിട്ടുണ്ട് തുള്ളലാണെന്ന്, 2ാമത്തേത് ഏതാണ്, 3ാമത്തേത് ഏതാണെന്ന് നമ്മൾ കണ്ടെത്തണം. ഇതിലൊന്ന് എന്താണ്, ബാക്കിലുള്ളത് ഒപ്പനയാണ്. പിന്നെ 1ാമത്തെ ചിത്രം കഥകളിയാണ്. സോ നിങ്ങൾ ഇവിടെ താഴത്ത് കഥകളി, ഒപ്പന എന്ന് എഴുതി കൊടുക്കുക. B ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എനി ഓഫ് ദീസ് ആർട്ട് ഫോംസ്. ഇതിൽ ഏതെങ്കിലും ഒരു ആർട്ട് ഫോമിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ്. നിങ്ങൾക്ക് കഥകളിയെക്കുറിച്ചോ ഒപ്പനയെക്കുറിച്ചോ അല്ലെങ്കിൽ തുള്ളലിനെക്കുറിച്ചോ ഇതിലേതെങ്കിലും ഒരു ആർട്ട് ഫോമിനെ കുറിച്ച് എഴുതിയാൽ മതി. ഞാൻ ഇവിടെ ഒപ്പനയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒപ്പന ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഡാൻസ് പെർഫോംഡ് ഡ്യൂറിങ് മുസ്ലിം വെഡ്ഡിങ് സെലിബ്രേഷൻ. മുസ്ലിംസിൻ്റെ കല്യാണ ആഘോഷങ്ങളിൽ പെർഫോം ചെയ്യുന്നതാണ് ഒപ്പന എന്ന് പറയുന്നത്. ഡാൻസേഴ്സ് സ്റ്റാൻഡ് അറൗണ്ട് ദി ബ്രൈഡ് ആൻഡ് പെർഫോം ഒപ്പന. ഡാൻസേഴ്സ് ബ്രൈഡിൻ്റെ ചുറ്റും നിന്നിട്ടാണ് ഒപ്പന കളിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത C ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് ആൻസർ ആൻഡ് റൈറ്റ് ദം ഡൗൺ. താഴെ നിങ്ങൾക്ക് കുറച്ച് 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിലേതാണോ ശരി അതാണ് നിങ്ങൾ എഴുതേണ്ടത്. 1ാമത്തെ A പോയിന്റ് എന്ന് പറയുന്നത് കഥകളി ഈസ് എ ഗ്രൂപ്പ് ഡാൻസ് പെർഫോംഡ് ബൈ വുമൺ. അത് തെറ്റാണ്. കഥകളി സ്ത്രീകൾ പെർഫോം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഡാൻസ് അല്ല. B സോങ്സ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദി ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി ആർ സോങ് ഫോർ മാർഗം കളി. മാർഗം കളിയിലെ പാട്ടുകൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രം പറയുന്ന പാട്ടുകളാണെന്നാണ് പറയുന്നത്. ഇത് ശരിയാണ്, B ശരിയാണ്. ഓക്കെ, ഇനി C നോക്കാം. ഒപ്പന ഈസ് എ ഗ്രൂപ്പ് ഡാൻസ് പെർഫോംഡ് ഡ്യൂറിങ് വെഡ്ഡിങ് സെലിബ്രേഷൻസ്. അത് ശരിയാണ്. കല്യാണ പരിപാടികളിലെ ആഘോഷങ്ങളിൽ പെർഫോം ചെയ്യുന്നതാണ് ഒപ്പന. C ശരിയാണ്. ഓപ്ഷൻ D, ദ വിർച്യൂസ് ഓഫ് ദി ഗ്രൂം ആർ പ്രസൻറ്റഡ് ബിഫോർ ദി ബ്രൈഡ് ത്രൂ ദി മാർഗം കളി സോങ്. Dയും തെറ്റാണ്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് Bയും Cയും കറക്റ്റ് എന്നുള്ളതാണ്. ഇവിടെ ഓപ്ഷൻ 4 B ആൻഡ് C ആർ കറക്റ്റ് എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. അടുത്തത് ഓർ ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 1 B ക്വസ്റ്റ്യൻ ആണ്. മ്യൂസിക് ആൻഡ് ഡാൻസ് ആർട്ട് ഫോംസ്. ഇവിടെ സം ആർട്ട് ഫോംസ് പെർഫോംഡ് ഇൻ ദി സ്കൂൾ കലോത്സവം ആർ ഗിവൺ ബിലോ. സ്കൂൾ കലോത്സവത്തിൽ പെർഫോം ചെയ്ത കുറച്ച് ആർട്സ് ഇവിടെ തന്നിട്ടുണ്ട്. ക്ലാസിഫൈ ദം ഇൻ ടു ദി ഫോളോയിങ് ടേബിൾ. ഇവരെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേർതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒപ്പന, ഫോക്ക് സോങ്, ക്ലാസിക്കൽ മ്യൂസിക്, മാപ്പിളപ്പാട്ട്, ലൈറ്റ് മ്യൂസിക്, തിരുവാതിര, തുള്ളൽ, മാർഗം കളി എന്നിവയാണ് തന്നിട്ടുള്ളത്. ഇവിടെ ടേബിളിൽ ഡാൻസ് ഫോം, നൃത്തരൂപങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത ഹെഡിങ് ആയിട്ട് മ്യൂസിക് ഫോംസ് എഴുതാം. എന്നിട്ട് ഇവിടെ ഡാൻസ് ഫോംസിൽ എന്തൊക്കെ എഴുതി കൊടുക്കാം? മാർഗം കളി, ഒപ്പന, തിരുവാതിര ഒക്കെ എഴുതാം. മ്യൂസിക്കിൽ ഫോക്ക് സോങ്സ്, മാപ്പിളപ്പാട്ട്, ക്ലാസിക്കൽ മ്യൂസിക് അങ്ങനെയൊക്കെ കൊടുക്കാം. ഇവിടെ നോക്കിക്കേ, ഡാൻസ് ഫോമിൻ്റെ അടിയിൽ ഒപ്പന, തിരുവാതിര, തുള്ളൽ, മാർഗം കളി എഴുതി. മ്യൂസിക് ആർട്ട് ഫോംസിൽ ക്ലാസിക്കൽ മ്യൂസിക്, ലൈറ്റ് മ്യൂസിക്, മാപ്പിളപ്പാട്ട്, ഫോക്ക് സോങ് എന്നിങ്ങനെ കൊടുത്തു. നിങ്ങൾ ഇതുപോലെയാണ് ക്ലാസിഫൈ ചെയ്ത് എഴുതേണ്ടത്. അടുത്തത് B ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദി ആർട്ട് ഫോം ഫ്രം ദി ഗിവൺ ഇൻഡിക്കേറ്റേഴ്സ്. താഴെ നിങ്ങൾക്ക് 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതിലേതാണ് അത് വായിച്ചിട്ട് ഏതൊരു ആർട്ട് ഫോം ആണെന്നാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ഇറ്റ് ഈസ് എൻ ആർട്ട് ഫോം പോപ്പുലർ ഇൻ നോർത്ത് കേരള. നോർത്ത് കേരളയിൽ, വടക്കൻ കേരളയിൽ പ്രസിദ്ധമായിട്ടുള്ളൊരു കലാരൂപമാണ്. ദ മെയിൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഇൻ ദിസ് ഈസ് ചെണ്ട. ചെണ്ടയാണ് ഇതിൽ മെയിനായിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഉത്തരം തെയ്യം ആണ്. നിങ്ങൾ അവിടെ ബോക്സിൽ തെയ്യം എന്ന് എഴുതി കൊടുക്കുക. അടുത്തത് C ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദി റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് റിലേറ്റഡ് വിത്ത് ദി കോസ്റ്റ്യൂംസ് ഓഫ് തിരുവാതിരക്കളി ആൻഡ് മാർഗം കളി.
മാർഗം കളിയുടെയും തിരുവാതിര കളിയുടെയും വേഷവുമായി ബന്ധപ്പെട്ടിട്ടാണ് താഴെ നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് തന്നിട്ടുള്ളത്. അതിൽ ശരിയായത് ഏതെന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഒന്നാമത്തെ പോയിന്റ്, ദ കോസ്റ്റ്യൂം ഫോർ മാർഗം കളി ഈസ് ചട്ട ആൻഡ് മുണ്ടു. ശരിയാണ് അല്ലേ? മാർഗം കളിയുടെ വേഷം എന്ന് പറയുന്നത് ചട്ടയും മുണ്ടുമാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്തത്, ഇൻ തിരുവാതിര കളി ദി ഡാൻസേഴ്സ് വിയർ ദി ട്രഡീഷണൽ കോസ്റ്റ്യൂം ഓഫ് കേരള. ശരിയാണ് അല്ലേ? ഈ പോയിന്റും കേരളത്തിലെ ട്രഡീഷണൽ ആയിട്ടുള്ള വേഷമാണ് തിരുവാതിര കളിയിൽ ഡാൻസേഴ്സ് ധരിക്കുന്നത്. ഈ പോയിന്റും ശരിയാണ്. മൂന്നാമത്തെ പോയിന്റ്, സിൽക്ക് സാരി ഈസ് യൂസ്ഡ് ഫോർ ബോത്ത് ആർട്ട് ഫോം. രണ്ട് കലാരൂപങ്ങൾക്കും സിൽക്ക് സാരിയാണ് ഉപയോഗിക്കുന്നത്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. നാലാമത്തേത്, ദർ ഈസ് നോ സ്പെഷ്യൽ കോസ്റ്റ്യൂം ഫോർ ബോത്ത് ആർട്ട് ഫോംസ്. ഈ രണ്ട് ആർട്ട് ഫോംസിനും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വേഷം ഇല്ല എന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് 1 and 2 ആർ കറക്റ്റ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. നിങ്ങൾ അവിടെ ബോക്സിലേക്ക് സി 1 and 2 ആർ കറക്റ്റ് എന്ന് എഴുതി കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ഒന്നാമത്തെ ആക്ടിവിറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ഉത്തരം എഴുതേണ്ട പ്രവർത്തനമാണ്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബേർഡ്സ്. ഐഡൻറ്റിഫൈ ദി ബോഡി പാർട്ട് ഓഫ് ബേർഡ്സ് ആൻഡ് ക്ലാസിഫൈ ദം അക്കോർഡിംഗ് ടു ദി അഡാപ്റ്റേഷൻ ഫോർ കളക്റ്റിംഗ് ദെയർ ഫുഡ്. ഇവിടെ നിങ്ങൾക്ക് ബേർഡ്സുകളുടെ കുറച്ച് ഭാഗങ്ങൾ തന്നിട്ടുണ്ട്, പാർട്സുകൾ തന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നോക്കിയിട്ട് ഇതിൻ്റെ അഡാപ്റ്റേഷൻ ഫോർ കളക്റ്റിംഗ് ഫുഡ്, ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഭക്ഷണങ്ങൾ ശേഖരിക്കുന്ന രീതി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ചിത്രത്തിലുള്ളത് കൊക്കാണ് അല്ലേ? അതെന്താണ്? വെള്ളത്തിലുള്ള ഇരകളെയാണ് പിടിക്കുന്നത്. രണ്ടാമത്തേത് തന്നിട്ടുള്ളത് ഇവിടെ ഒരു ഈഗിളിൻ്റെ, പരുന്തിൻ്റെ ഒരു കാലാണ് അല്ലേ? സോ അതെങ്ങനെയാണ് ഇരയെ പിടിക്കുന്നത്? ചേസ് ആൻഡ് ക്യാച്ച് ദ പ്രേ എന്ന് നമുക്ക് എഴുതാം. റാഞ്ചി പിടിക്കുക, ഇരയെ റാഞ്ചി പിടിക്കുന്നു എന്ന്. അടുത്ത ചിത്രത്തിലുള്ളത് തേൻകുരുവിയാണ് അല്ലേ? ഹമ്മിങ് ബേർഡാണ്. അതിന് നീളത്തിലുള്ള ചുണ്ടാണല്ലേ? ഇതിൻ്റെ ബീക്ക്, ചുണ്ടാണ് ഇതിനെ ഇരകൾ തേടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഇതെന്താണ്? പൂവുകളിലൊക്കെ അല്ലേ മധുരം നുകരുന്നവരാണല്ലേ? സോ നമുക്ക് എന്ത് എഴുതാം? ലോങ് ബീക്ക് ടു സക്ക് നെക്ടാർ എന്ന് എഴുതി കൊടുക്കാം. ഇനി ബി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് റിഡിൽസ് തയ്യാറാക്കാനാണ്. മേക്ക് റിഡിൽസ് ഓഫ് പെക്യുലാരിറ്റീസ് ഓഫ് ബേർഡ്സ്. ബേർഡ്സുകളുടെ, കിളികളുടെ പ്രത്യേകതകൾ അനുസരിച്ച് റിഡിൽസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു റിഡിൽ തന്നിട്ടുണ്ട്. മൈ കളർ ഈസ് ഗ്രീനിഷ് ബ്ലൂ. എൻ്റെ നിറം എന്ന് പറയുന്നത് പച്ച കലർന്ന നീല നിറമാണ്. മൈ ലെഗ്സ് ആർ റെഡ് ഇൻ കളർ. എൻ്റെ കാല് ചുവന്നതാണ്. ഐ ആം സ്മോൾ ഇൻ സൈസ്. ഞാൻ ചെറിയ സൈസാണ്, വലുപ്പത്തിൽ ചെറിയ വലുപ്പമാണ്. ഐ ലിവ് നിയർ ദി വാട്ടർ ബഡീസ്. ഞാൻ വാട്ടർ ബഡീസിന്, വെള്ളത്തിനരികിലാണ് ജീവിക്കുന്നത്. മൈ ഫേവറേറ്റ് ഫുഡ് ഈസ് സ്മോൾ ഫിഷ്. എൻ്റെ ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ചെറിയ മീനുകളാണ്. ഐ ഹാവ് ഫെദേഴ്സ് ഓഫ് മെനി കളേഴ്സ്. എനിക്ക് പല നിറത്തിലുള്ള തൂവലുകളുണ്ട്. ഐ മേക്ക് ചീ 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 സൗണ്ട്സ്. ഞാൻ ചീ ചീ എന്ന് പറഞ്ഞ സൗണ്ടാണ് ഉണ്ടാക്കുന്നത്. ഹൂ ആം ഐ? ഞാൻ ആരാണ്? ഇവിടെ ആൻസർ വരുന്നത് കിങ് ഫിഷർ ആണ്. കിങ് ഫിഷറിനെ കുറിച്ചുള്ള കടങ്കഥയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി താഴെ നമ്മൾ താറാവിനെ കുറിച്ചിട്ടുള്ളത് ഉണ്ടാക്കണം. നമുക്ക് ഡക്കിനെ കുറിച്ച് എഴുതാം. ഐ ലിവ് ഇൻ വാട്ടർ ആൻഡ് ലാൻഡ്. ഞാൻ വെള്ളത്തിലും കരയിലും ജീവിക്കുന്നു. ഐ ഹാവ് ഫ്ലാറ്റ് ഫീറ്റ്. എനിക്ക് പരന്ന കാൽപാദങ്ങളാണ്. ഐ മേക്ക് ക്വാക്ക് ക്വാക്ക് സൗണ്ട്. ഞാൻ ക്വാക്ക് ക്വാക്ക് എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കുന്നു. ഐ ക്യാൻ സ്വിം. എനിക്ക് നീന്താൻ കഴിയും. ഐ ലവ് ടു ഈറ്റ് ഗ്രെയിൻസ് ആൻഡ് ഫിഷ്. മീനിനെയും ധാന്യങ്ങളെയാണ് എനിക്ക് കഴിക്കാൻ ഇഷ്ടം. അടുത്തതാണ് ക്രോ. കാക്കയെ കുറിച്ചാണ് നമ്മൾ കടങ്കഥ റിഡിൽ തയ്യാറാക്കേണ്ടത്. നമുക്ക് എന്ത് എഴുതാം? ഐ എം ബ്ലാക്ക് ഇൻ കളർ എന്ന് എഴുതാം. ഐ മേക്ക് കാക്ക സൗണ്ട് വേറെവർ ഐ ഗോ എന്ന് എഴുതാം. ഐ ക്യാൻ ഫ്ലൈ. ഐ ഈറ്റ് എനിത്തിങ് എന്നും എഴുതാം. അടുത്തത് ആക്ടിവിറ്റി 3 നോക്കാം. ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ്. ഒരു പരീക്ഷണം ചെയ്യാം എന്നാണ് പറയുന്നത്. ടേക്ക് എ പ്ലാസ്റ്റിക് ബോട്ടിൽ. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. പ്ലേസ് എ സ്മോൾ സ്റ്റിക്ക് ഓർ മാച്ച് സ്റ്റിക്ക് ഇൻ ഇറ്റ്സ് മൗത്ത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ തുറന്ന ഭാഗത്ത്, ഹോളുള്ള ഭാഗത്ത് എന്ത് വെക്കുക? ഒരു സ്റ്റിക്ക്, ചെറിയ സ്റ്റിക്കോ അല്ലെങ്കിൽ തീപ്പെട്ടിക്കൊള്ളിയോ വെക്കുക. വെൻ വെർ ബ്ലോ ഹാർഡ് ഇൻ ടു ദി ബോട്ടിൽ. നമ്മൾ കുപ്പിയിലേക്ക് നല്ല സ്പീഡിൽ, നല്ല ഫോഴ്സിൽ ഊതുമ്പോൾ ദ സ്റ്റിക്ക് ഓർ മാച്ച് സ്റ്റിക്ക് കം ഔട്ട്. ഈ നമ്മൾ അവിടെ വെച്ചിട്ടുള്ള മേസ്റ്റ് സ്റ്റിക്കോ അല്ലെങ്കിൽ തീപ്പെട്ടിക്കൊള്ളിയോ അല്ലെങ്കിൽ ചെറിയ വടിയോ എന്താണ്? പുറത്തേക്ക് വരും എന്നാണ് പറയുന്നത്. വൈ? എന്തുകൊണ്ട്?
വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, പിക്ക് എ ടിക്ക് മാർക്ക് ദി കറക്റ്റ് വൺസ്. താഴെ തന്നിട്ടുള്ളതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കറക്റ്റ് ആയിട്ടുള്ളതിന് ടിക്ക് ചെയ്യാം. ദ സ്റ്റിക്ക് കംസ് ഔട്ട് ഓഫ് ബോട്ടിൽ ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഗെറ്റ് എ സ്പേസ് ടു ഒക്യുപ്പൈ. ഈ സ്റ്റിക്ക് പുറത്തേക്ക് വരുന്നത് അതിന് അവിടെ നിൽക്കാനുള്ള സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ്. രണ്ടാമത് പറയാണ് ദ സ്റ്റിക്ക് കുഡ് നോട്ട് ഗെറ്റ് ഇൻസൈഡ് ബിക്കോസ് ദ ബോട്ടിൽ ഈസ് ടു സ്മോൾ. ആ കൊള്ളിക്ക് കുപ്പിയുടെ അകത്തേക്ക് പോകാൻ പറ്റാത്തത് കുപ്പി ചെറിയതായത് കൊണ്ടെന്നാണ്. ദ സ്റ്റിക്ക് കുഡ് നോട്ട് ഗെറ്റ് ഇൻസൈഡ് ദി ബോട്ടിൽ ബിക്കോസ് ദർ ഈസ് എയർ ഇൻ ഇറ്റ്. ഈ സ്റ്റിക്കിന് ഉള്ളിലേക്ക് പോകാൻ പറ്റാത്തത് കുപ്പിൻ്റെ അകത്ത് എയർ വായു ഉള്ളത് കൊണ്ടാണെന്നാണ് പറയുന്നത്. നാലാമത്തെ പോയിന്റ് പറയാണ് ദ സ്റ്റിക്ക് കെയിം ഔട്ട് ബിക്കോസ് ദർ ഈസ് നോ എയർ ഇൻ ദ ബോട്ടിൽ. ബോട്ടിലിൻ്റെ കുപ്പിയുടെ ഉള്ളിൽ എയർ വായു ഇല്ലാത്തത് കൊണ്ടാണ് സ്റ്റിക്ക് പുറത്തേക്ക് വന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്? കുപ്പിയുടെ അകത്ത് വായു ഉള്ളത് കൊണ്ട് ഈ മാച്ച് സ്റ്റിക്കിന് തീപ്പെട്ടിക്കൊള്ളിക്ക് അകത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ സി ആണ്. ദ സ്റ്റിക്ക് കുഡ് നോട്ട് ഗെറ്റ് ഇൻസൈഡ് ദി ബോട്ടിൽ ബിക്കോസ് ദർ ഈസ് എയർ ഇൻ ഇറ്റ്. കുപ്പിക്കുള്ളിൽ എയർ ഉള്ളത് കൊണ്ടാണ്. സിക്ക് നേരെ ടിക്കിടുക. അടുത്തത് ബി ക്വസ്റ്റ്യനിൽ പറയാണ് നമുക്ക് ശക്തിയായിട്ട് ഊതുമ്പോൾ സ്റ്റിക്ക് കുപ്പിക്ക് അകത്തേക്ക് പോകണമെങ്കിൽ എന്ത് ചേഞ്ചസ് ആണ് നമ്മൾ ഇവിടെ മെറ്റീരിയൽസിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പരീക്ഷണത്തിൻ്റെ വസ്തുക്കളിൽ എന്ത് മാറ്റമാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് എന്നാണ് ചോദിച്ചത്. നമുക്ക് കുപ്പിക്ക് എന്താണ് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്താൽ മതിയില്ലേ? അങ്ങനെ ആകുമ്പോൾ എന്താണ് കുപ്പിക്കകത്ത് വായു നിൽക്കാനാവില്ല. അപ്പോൾ എന്താണ് ഈ സ്റ്റിക്ക് നമ്മൾ ശക്തിയായിട്ട് ഊതുമ്പോൾ ഈ മാച്ച് സ്റ്റിക്സ് കുപ്പിൻ്റെ അകത്തേക്ക് പോവും. ഇവിടെ താഴെ നിങ്ങൾക്ക് കുറച്ച് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ഗിവൺ മെറ്റീരിയൽസ് പ്രിപ്പയർ ആൻ എക്സ്പെരിമെൻറ്റ്, റൈറ്റ് ആൻ എക്സ്പെരിമെൻ്റൽ നോട്ട് ഇൻ ദി ഗിവൺ സ്പേസ്. ഇവിടെ നമുക്ക് ഒരു കുപ്പി, സിസർ, ഹാമർ, നെയിൽ എന്നിങ്ങനെ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാനാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഈ ബോട്ടിലിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഹാമർ, നെയിൽ ഉപയോഗിച്ചിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്റ്റിക്ക് അവിടെ വെച്ച് നമ്മൾ ശക്തിയായിട്ട് ഊതുമ്പോൾ എന്താണ് സ്റ്റിക്ക് പുറത്തേക്ക് പോവില്ല. കാരണം എന്താണ് കുപ്പീൻ്റെ അകത്ത് എയർ ഇല്ല. നമ്മുടെ ഒബ്സർവേഷൻ ആൻഡ് ഫൈൻഡിങ്സ് എന്താണ്? എയറിന് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് വേണം. എയർ ഒക്യുപ്പൈ സ്പേസ് എന്നാണ് നമ്മളുടെ കണ്ടെത്തലുകൾ. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് ആക്ടിവിറ്റി 4 ആണ്. വെറൈറ്റി ഓഫ് ഫെസ്റ്റിവൽസ്. ചോദ്യം എ, ഫ്രണ്ട്സ് ഓഫ് ക്ലാസ് 4 ആർ കണ്ടക്ടിങ് എ പിക്ചർ എക്സിബിഷൻ ഓഫ് ഡിഫറെൻറ്റ് ഫെസ്റ്റിവൽസ്. ഫെസ്റ്റിവൽസുമായി ബന്ധപ്പെട്ട് 4ാം ക്ലാസ്സിലെ കുട്ടികൾ എന്താണ് ഒരു എക്സിബിഷൻ നടത്തുന്നുണ്ട് ഇൻ സ്കൂളിൽ വെച്ചിട്ട്. ഹെൽപ്പ് ദം കംപ്ലീറ്റ് ദി ഇൻഫോർമേഷൻ. അവർക്ക് ഈ ഒരു ഇൻഫോർമേഷൻ ഫെസ്റ്റിവലിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു ഇൻഫോർമേഷൻസ് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം അവിടെ നിങ്ങൾക്ക് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ചെണ്ടമേളം, എലിഫന്റ് വിയറിംഗ് കപ്പാരിസൺ, ഫയർ വർക്ക്സ്, കുടമാറ്റം എന്നൊക്കെയാണ് തന്നിട്ടുള്ളത്. അടുത്ത പിക്ചറിലാണ് ഓണം സെലിബ്രേഷൻ. നമ്മൾ ഓണം സെലിബ്രേഷനെ കുറിച്ചിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. നമുക്ക് ഓണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ എഴുതാം? പൂക്കളം, ഓണസദ്യ, പിന്നെ വെള്ളം കളി, തിരുവാതിര, ഓണപ്പാട്ട് എന്നിങ്ങനെ എഴുതി കൊടുക്കാം. അടുത്ത ബി ക്വസ്റ്റ്യൻ ആണ്. വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ഓണം ആൻഡ് തൃശ്ശൂർ പൂരം? തൃശ്ശൂർ പൂരവും ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ഒന്നാമത്തേത് ഓണം ഈസ് ദ നാഷണൽ ഫെസ്റ്റിവൽ ഓഫ് കേരള. രണ്ടാമത്തേത് തൃശ്ശൂർ പൂരം ഈസ് നോൺ ആസ് പൂരങ്ങളുടെ പൂരം. മൂന്നാമത്തെ പോയിന്റ് ആണ് ബോത്ത് ആർ റിച്വൽ ആർട്ട് ഫോംസ്. അനുഷ്ഠാന കലാരൂപമാണെന്നാണ് പറയുന്നത്. ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഒന്നാമത്തെ പോയിന്റും നാഷണൽ ഫെസ്റ്റിവൽ ഓഫ് കേരളയാണ്. രണ്ടാമത്തത് പൂരങ്ങളുടെ പൂരം എന്നാണ് തൃശ്ശൂർ പൂരം അറിയപ്പെടുന്നത്. ഈ 2 പോയിന്റ്സ് ആണ് കറക്റ്റ്. 1ഉം 2ഉം ശരി എന്ന് പറയുന്നത് ഏത് പോയിന്റാണ്? ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ സി 1 and 2 ആർ കറക്റ്റ് എന്നാണ് നിങ്ങൾ അവിടെ ബോക്സിലേക്ക് എഴുതേണ്ടത്. അടുത്തത് 5ാമത്തെ ചോദ്യമാണ്. എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. ആദ്യം നമുക്ക് എ ചോദ്യം നോക്കാം. ലെറ്റ്സ് മെഷർ ദി വെയിറ്റ് ആണ്. വിച്ച് ബോട്ടിൽ ഹാസ് മോർ വെയിറ്റ്? പുട്ട് എ ടിക്ക് മാർക്ക്. ഒന്നാമത്തെ ബോട്ടിലാണോ രണ്ടാമത്തെ ബോട്ടിലാണോ കൂടുതൽ വെയിറ്റ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ബോട്ടിൽ 2നാണ് ഭാരം, വെയിറ്റ് കൂടുതലുള്ളത്. അതിലാണ് കുറെ നിറഞ്ഞ് ഫുള്ളായിട്ടിരിക്കുന്നത്. സോ ബോട്ടിൽ 2 ആണ് നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത്. ഇനി ബി ക്വസ്റ്റ്യൻ. ഇവിടെ ബലൂൺ 1ഉം ബലൂൺ 2ഉം തന്നിട്ടുണ്ട്. ഡ്രോ ദി ചേഞ്ചസ് ഇൻ ദി ബലൂൺ ആൻഡ് ബാലൻസ് വെൻ ദി ബലൂൺ 1 ഈസ് ഫിൽഡ് വിത്ത്
വാട്ടർ. ബലൂണ് ഒന്നിൽ വെള്ളം നിറയ്ക്കുമ്പോൾ ഈ ചിത്രത്തിൽ വരുന്ന മാറ്റമാണ് നിങ്ങൾ ഇവിടെ വരച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ഒന്നാമത്തെ ബലൂണിൽ വെള്ളം നിറയ്ക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക? വെള്ളം നിറയ്ക്കുമ്പോൾ ആ ബലൂൺ ഒന്നുകൂടെ വീർക്കും, ബലൂണിന്റെ വലുപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവും, വെയിറ്റിലും എന്താണ് ബാലൻസ് ഉള്ളത് ഉണ്ടാവും. വെള്ളം നിറച്ച ബലൂണ് കുറച്ച് താഴേക്ക് ചെരിഞ്ഞ് നിൽക്കും, വെള്ളമില്ലാത്ത ബലൂൺ 2 എന്താണ് മുകളിലേക്ക് പൊങ്ങി നിൽക്കും. അടുത്തത് സി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ഇൻ ദി ബാലൻസ് ആൻഡ് ബലൂൺ? ബാലൻസിലും ബലൂണിലും സംഭവിച്ച മാറ്റങ്ങൾക്കുള്ള കാരണം എന്താണ്? വെൻ ദ ബലൂൺ ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ, ദി സൈസ് ഓഫ് ബലൂൺ ഇൻക്രീസസ്, ദി സൈസ് ഓഫ് ബലൂൺ ഡിക്രീസസ്, ദി സൈസ് ഓഫ് ബലൂൺ ഡസ് നോട്ട് ചേഞ്ച്. എന്താണ്? ദ സൈസ് ഓഫ് ബലൂൺ ഇൻക്രീസസ് ആണ് അല്ലേ? വെള്ളം നിറച്ച ബലൂണിന്റെ വലുപ്പം കൂടും. ഒന്നാമത്തെ പോയിന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്തതാണ് വെൻ ദി വെയിറ്റ് ഓഫ് ബലൂൺ ഇൻക്രീസസ്. ബലൂണിന്റെ വെയിറ്റ് ഭാരം കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദി ബാലൻസ് ടിൽറ്റ് ടുവാർഡ്സ് ദി വാട്ടർ ഫിൽഡ് ബലൂൺ. വെള്ളം നിറച്ച ബലൂണിന്റെ സൈഡിലേക്ക് ബാലൻസ് താഴുന്നു. ദി ബാലൻസ് റൈസസ് ടുവാർഡ്സ് ദി വാട്ടർ ഫിൽഡ് ബലൂൺ. വെള്ളം നിറച്ച ബലൂണിന്റെ നേരെ തുലാസ് ബാലൻസ് പൊങ്ങുന്നു. ദി ബാലൻസ് ടിൽറ്റ് ടുവാർഡ്സ് വിച്ച് ഈസ് നോട്ട് ഫിൽഡ് വിത്ത് വാട്ടർ. വെള്ളം നിറയ്ക്കാത്ത ബലൂണിന്റെ നേരെ ബാലൻസ് താഴുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ശരിയായിട്ടുള്ളത് വെള്ളം നിറച്ച ബലൂണിന്റെ നേരെയാണ് നമ്മുടെ ബാലൻസ് താഴുന്നത്. അതായത് ഒന്നാമത്തെ ഓപ്ഷനാണ് ദ ബാലൻസ് ടിൽറ്റ് ടുവാർഡ്സ് ദി വാട്ടർ ഫിൽഡ് ബലൂൺ. 5A ക്വസ്റ്റ്യന് വെയിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. അടുത്തത് ബി ക്വസ്റ്റ്യന് ഷേപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഈ എക്സാമിൽ വരുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. സോ ദാറ്റ്സ് ഓൾ.